നറൂട്ടോ അനിമയിൽ ചില ക്യാരക്ടേഴ്സിനെ മാത്രം ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഈ ക്യാരക്ടേഴ്സ് ആണ് ഇനി അങ്ങോട്ട് പൊളിക്കാൻ പോകുന്നതെന്ന്. ഇവരില്ലാതെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെ മാത്രം ഗോഡ് ലെവലിൽ കാണിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാരും കൺസിഡർ ചെയ്തത് ഇവരെല്ലാവരും ലെജൻഡറി ഷിനോബി ആയിട്ടാണ്. എന്നിട്ട് ബൊറോട്ടോ സീരീസ് ആകുമ്പോൾ ഇവരെല്ലാരെയും നെർഫ് ചെയ്ത് വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ 5 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഒപ്പീനിയന് ഏറ്റവും നെർഫ് ചെയ്ത ക്യാരക്ടർ ആരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്പർ 5 കൊനോഹമാറു ആണ്. പ്രൊട്ടാഗനിസ്റ്റ് ആയ നറൂട്ടോ തന്നെ ട്രെയിൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് കൊനോഹമാറു. പിന്നീട് പെയിൻ ആർക്കിലാണെങ്കിൽ കൊനോഹമാറു നല്ല രീതിയിൽ ഷൈൻ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് ഓഫ് പെയിനെ തന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം നെക്സ്റ്റ് നറൂട്ടോ എന്ന് വിചാരിച്ചിരുന്ന ക്യാരക്ടർ ആയിരുന്നു. പിന്നീട് ബൊറൂട്ടോയിൽ നെർഫ് ചെയ്ത് ഇല്ലാണ്ടാക്കി കളഞ്ഞ്. നമ്പർ 4 കക്കാഷി അറ്റാക്ക്. കക്കാഷി സ്റ്റിൽ പവർഫുൾ ആണ്. എന്നാലും തന്റെ ശരീരം ലൂസ് ചെയ്തതിനു ശേഷം ബൊറൂട്ടോ സീരീസിലാണെങ്കിൽ അത്ര ഓവർ പവർഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. നമ്പർ 3 റോക്ക് ലീ. മോസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടർ ആണ്. ഫ്യൂച്ചറിലെങ്കിലും നല്ലപോലെ യൂസ് ചെയ്യുമോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്പർ 2 നറൂട്ടോ ആൻഡ് സാസ്കെ ആണ്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ നെർഫ് ചെയ്തിട്ടുണ്ട്. നറൂട്ടോ ആണെങ്കിൽ കുറാമിനെ ലൂസ് ചെയ്യും. അതുപോലെ സാസ്കെക്ക് ആണെങ്കിൽ റിനിഗൻ ഇല്ലാണ്ടാകും. ഇനി നമ്പർ 1 മൈറ്റ്ഗെ ആണ്. ഈ ക്യാരക്ടർ എത്ര പവർഫുൾ ആണെന്ന് നറൂട്ടോ അനിമ കണ്ട എല്ലാവർക്കും അറിയാം. ഗോഡ് ലെവൽ പുഷ് കൊടുത്ത ഒരു ക്യാരക്ടറിനെ പിന്നീട് ബൊറൂട്ടോയിൽ ഫുൾ ടൈം വീൽ ചെയറിലാക്കി കളഞ്ഞ്.